ഹായ് നമസ്കാരം, ഞാൻ നരസിംഹസ്വാമി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇന്ന് ഞാൻ വന്നത് പുതിയൊരു സിനിമയുടെ വിശേഷം പറയുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അൻപൊടു കൺമണി, അർജുന അശോകൻ നായകനായിട്ട് അഭിനയിച്ച അൻപൊടു കൺമണിയുടെ മേക്കപ്പിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആ സിനിമ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടുത്തെ ഭാഷയെക്കുറിച്ച് പറയണം. ഭയങ്കര രസമുള്ള ഭാഷയായിരുന്നു അവിടെ. ആടെ ഈടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഷ പരമായിട്ടുള്ള രസകരമായിട്ടുള്ള നർമ്മങ്ങളോടുള്ള കുടുംബപരമായ ഒരു ചിത്രമാണ് അൻപൊടു കൺമണി. അപ്പോൾ ആ സിനിമ ഈ 24-ന് റിലീസാകുകയാണ്. ലിജു തോമസ് ആണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ പ്രശസ്തരായിട്ടുള്ള താരങ്ങളുണ്ട്. മാലശേഷിയുണ്ട്, മാലാപർവതി, അതോടൊപ്പം തന്നെ നിർമ്മൽ നായർ, നവാസ് വള്ളികുന്നം, ജോണി ആൻ്റണി, അങ്ങനെ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. ഭയങ്കര രസമുള്ളൊരു കഥയാണ്. ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ശരിക്കും ഇത് അതിൻ്റെ പ്രൊഡ്യൂസർ അനീഷേട്ടൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. പക്ഷേ അത് രസകരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അദ്ദേഹത്തിൻ്റെ ടീമും സുഹൃത്തുക്കളും ചേർത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു ഇടപെടലും അവരുടെയൊക്കെ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ വളരെ സന്തോഷമായിരുന്നു. ആ സിനിമയുടെ കുറേ വഴികൾ. അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സിനിമയ്ക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ സാധാരണയൊക്കെ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ സെറ്റ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില വീടുകൾ നമ്മൾ റെൻറ്റിനെടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പാവപ്പെട്ട ആൾക്ക് അയാളുടെ സ്ഥലത്ത് അവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു കല്ലുകൊണ്ടുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. ആ വീട് ഷൂട്ടിംഗ് തീർന്നപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു. എനിക്ക് ആ സിനിമയെ കണ്ട അവരുടെ ഈ സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ് പോലെ തന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള കുറച്ച് ആൾക്കാരെ അവിടെ കാണാൻ പറ്റി. ആ വീട് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് നായട്ടനാണ്, അതായത് സുരേഷ് ഗോപിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ രസമായിട്ടുണ്ട് ആ വീട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു സിനിമ തീരുമ്പോൾ ഒരു വീടുണ്ടാവുക, അത് ആ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ അർജുന അശോകൻ നമ്മളോടൊക്കെ ഇടപെടുന്നത് വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹം ക്യാരക്ടർ ലുക്കിന് വേണ്ടി നമ്മുടെ അടുക്കലോട്ട് വരുമ്പോൾ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വേണം, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിനോടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് അദ്ദേഹം നമ്മളോടൊപ്പം ആ സിനിമ തീരുന്നോടം വരെ നമ്മളോടൊപ്പം ഭയങ്കര ഹെൽപ്ഫുള്ളും സപ്പോർട്ടുമായിരുന്നു. അതിലെ നായിക നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിനകത്തെ കുട്ടിയാണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അനഘ നാരായണൻ എന്ന് പറയുന്ന ആ കുട്ടി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള മൃദുൽ നായർ, അദ്ദേഹം അർജുന അശോകൻ്റെ കൂട്ടുകാരനായിട്ട് നവാസ് വള്ളികുന്നം. നവാസിക്കൊക്കെ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചു. പുള്ളി വളരെ സീരിയസ് ആയിട്ട്, അതായത് ശ്രീനിയേട്ടൻ കോമഡി പറയുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് നിന്നിട്ട് ഹ്യൂമർ പറഞ്ഞോളെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ രസകരമായിട്ടാണ് നമ്മളോട് ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഈ 24-ാം തീയതി റിലീസാണ്. നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം നരസിംഹസ്വാമി, ക്യാമറമാൻ സജീവ് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം, കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള് തേൻകുടം. ഇരുവരും ഇരുദൂരെ നിന്നും ഒരു കുടയുടെ ചോട്ടിലെത്തും, അതിനൊരു വിരുന്നിന്നൊരു കണ്ണാടി തോടിക്കൂടും. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം, കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള് തേൻകുടം.
പലതും ഇനി ഇവരുടെ മണിയറയതിൽ ഇന്നോളം കേൾക്കാത്ത പായാരമായുടുമോ വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം വടക്ക് നോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവളെ തേൻകുടം. വിത്തിനെന്റെ മോൻ കെട്ടിക്കൊണ്ടോന്ന് എടാ ഓക്ക് മിസ്റ്റിക്കാടാ. ഞോളെ പാവാടേന്ന് അങ്ങിങ്ങനെ ഇരുന്നോ എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്രേ? ജോളിന്റെ വെറുതെ ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്ക് പിരാന്താ. ശാന്തമായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഇത് പണിയാണല്ലോ. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ? ഒളിച്ചോട്ടം.